തിരുനാളുകളിലൂടെയുള്ള എന്ന സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. ഇന്ന് നമ്മൾ വിജയമാത ചർച്ച് ചെയ്യാരം അവിടുത്തെ ഊട്ടുപെരുന്നാളിനാണ് എത്തിയിരിക്കുന്നത്. അവിടെ എല്ലാ കൊല്ലവും ആഗസ്റ്റ് 15-ാം തീയതിയാണ് ഇവിടെ ഊട്ടുപെരുന്നാൾ. പള്ളി തന്നെ ഒരു നല്ലൊരു വ്യൂ ആണ്. രണ്ട് അമ്പലത്തിൻ്റെ നടുക്ക് ഒരു പള്ളി നിൽക്കണ മാതിരിയാണ് അത് എൻ്റെ രൂപഘടന. അതിൻ്റെ പള്ളിയുടെ ഡോം നിൽക്കുന്നത് രണ്ട് അമ്പലങ്ങളുടെ ഡിസൈനിൻ്റെ സെൻറ്ററിലാണ്. അന്നൊന്നും ഈ ചർച്ചിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു വ്യത്യസ്ത തന്നെയായിരുന്നു. അവിടെ എല്ലാവരും ഊട്ടുപെരുന്നാൾ ഊട്ടുസദ്യ കഴിച്ച് തിരുശേഷിപ്പ് വണങ്ങി പായസം കുടിച്ച് എല്ലാവരും നല്ല തിരക്കായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ രണ്ടാമത്തെ ആഘോഷമായ പാട്ട് കുർബാന കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ആ കുർബാനയൊന്നും നമ്മളിതിൽ കാണിക്കുന്നില്ല. പള്ളിയിലെ ആൾത്താരെയും പള്ളിയൊക്കെ ബലൂണും തോരണത്തോണ്ടൊക്കെ നന്നായി അലങ്കരിച്ച് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. 2002 ഈ പള്ളി എസ്റ്റാബ്ലിഷ് ആയത്. അതിനു മുമ്പ് ചെറിയൊരു കന്യാസ്ത്രീ മഠം അടുത്തുള്ള കന്യാസ്ത്രീ മഠത്തോട് ചേർന്നുള്ളൊരു ചെറിയ ചാപ്പലിലായിരുന്നു കുർബാനയൊക്കെ നടന്നിരുന്നത്. അതിനോട് ചേർന്ന് ഇപ്പോഴും ഒരു സ്കൂളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് അത് ചാപ്പലും സ്കൂളും മഠമൊക്കെ. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ വിജയമാത ചർച്ചും സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മെയ് മാസത്തിലാണ് എല്ലാ വർഷവും അവിടുത്തെ അമ്പു പെരുന്നാൾ നടക്കുന്നത്. അതിനോട് അനുബന്ധിച്ചുള്ള ഒരു മാലൈറ്റും കാര്യങ്ങളാണ്. ഇത് 2022 പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഡെക്കറേഷനാണ്. സ്പോട്ട് ലൈറ്റുമാരാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ കൊല്ലവും വ്യത്യസ്തമായിട്ടാണ് ചെയ്യാറ്. മുമ്പൊക്കെ പണ്ട് LED ബൾബുകൾ ഉപയോഗിച്ചിട്ടുള്ള ഇതൊന്നും ചെയ്തിട്ടൊക്കെ ഉണ്ട്. കൊല്ലം നല്ല ഭംഗിയായിരുന്നു. അതിനോട് ചെറിയൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോയത് ചെയ്യാരം മോനയം ബണ്ട് റോഡിലേക്കാണ്. അവിടെ അതിമനോഹരമായ കാഴ്ചകളാണ്. വിശ്രമ സ്ഥലം, പിള്ളേർക്കുള്ള ചെറിയൊരു ഓപ്പൺ ജിമ്മ്, നടക്കാനുള്ളൊരു നടപ്പാത, സൈഡിലൊക്കെ ചെടികളും പൂച്ചെടികളൊക്കെ വെച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അത് ഇതൊക്കെ ചെയ്ത അധികാരികൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കേണ്ടതാണ്. അതിനോട് ചേർന്നുള്ള തോടായിക്കോട്ടെ, അതിലൊരു ചെറിയൊരു ചണ്ടി അല്ലെങ്കിൽ വേസ്റ്റോ ഒന്നും ഇല്ലാണ്ട് അത് പരിപാലിക്കുന്നുണ്ട്. അതിന് വേസ്റ്റ് ബിന്നൊക്കെ സൈഡിൽ വെച്ചോണമുണ്ട്. അതൊക്കെ കയ്യടി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭാവിയിലേക്ക് ചെയ്തിട്ടുണ്ട്. രാത്രി യാത്ര സുഗമമാക്കാനായിട്ട് സ്പോട്ട് ലൈറ്റും ഫ്ലഡ് ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് നല്ല കാഴ്ച തന്നെയാണ്. വൈകുന്നേരങ്ങളൊക്കെ ശരിക്കും ഫാമിലീസൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യണ സ്ഥലമാണിത്. ഫാമിലിയായിട്ട് വന്ന് ഈ നടപ്പാത കൂടെ നടന്ന് 1.5 മീറ്റർ വീതിയിൽ ഒരു നടപ്പാത തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൈഡിൽ കൈവരിയുണ്ട്, സുരക്ഷിതമായിട്ട് നടക്കാം. പൂച്ചെടികളൊക്കെ വെച്ച് ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാമറകളൊക്കെ ആൾക്കാരെ സേഫ്റ്റിക്കായിട്ട് നോക്കാനൊക്കെ ആയിട്ട് അത് കറക്റ്റായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യണമുണ്ട്. നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ചെടികളും മരങ്ങളും സംരക്ഷിക്കുക, നടപ്പാതെ നടക്കാൻ മാത്രം, ഇരിക്കുക എടുക്കുക ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്നൊരു ഭാഗമാണിത്, മോനയം ബണ്ട് റോഡ്. എല്ലാവരും പറ്റുമെങ്കിൽ ഇവിടെ വൈകുന്നേരമൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യണം. നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും നിങ്ങൾക്കിത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു തിരുനാളിൻ്റെ വീഡിയോയുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.